മാത്തുച്ചേട്ടൻ അരച്ച് കലക്കിയിട്ടാണ് എൻ്റെ അടുത്ത് നറേഷന് വന്നത്. ഫ്രം ഓപ്പണിംഗ് സീൻ ടു ദി എൻഡ് ബിറ്റ് വിത്ത് മ്യൂസിക് ഹി വാസ് റെഡി. എഡിറ്റ് വരെ തലയിൽ ആലോചിച്ചിട്ടാണ് മാത്തുച്ചേട്ടൻ വന്നത്. സോ അതിൻ്റെ എൻഡും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം നറേഷൻ കൊടുത്ത ലാലങ്കിളിനാണ്. ലാലങ്കിൾ കഥ കേട്ട് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. ലാലങ്കിളാണ് പേര് സജസ്റ്റ് ചെയ്യുന്നത്. ലാലങ്കിൾ പറഞ്ഞു ചിലപ്പോൾ അന്ന ചെയ്താൽ നന്നായിരിക്കും, ഒന്ന് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞാൽ അവരെന്നെ ആലോചിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മേ ബി ഷീ മൈറ്റ് വർക്ക് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നത്. നറേഷൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഐ വാസ് ഓൾസോ ലൈക്ക് വെരി എക്സൈറ്റഡ്. ഭയങ്കര ഒരു രസമുള്ള ഒരു നറേഷനായിരുന്നു. കുമ്പളങ്ങി കഴിഞ്ഞ് റിലീസ് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ കഥ ഞാൻ കേട്ടായിരുന്നു. കുമ്പളങ്ങിൽ നേരത്തെ തന്നെ ഫാദറായിട്ടുള്ള എനർജി ബൗൺസിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ആ സിനിമ വർക്ക് ചെയ്തത്. ഇൻ ദിസ് ഫിലിം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 50% ഓഫ് ഫിലിം യു ആർ ഓൾ അലോൺ. ഒരു സ്പേസിനകത്താണ്, വെരി ക്ലോസ്ട്രോഫോബിക് സ്പേസ്. അപ്പോൾ ഹൗ ഡിഡ് ദാറ്റ്, ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? എനിക്കത് കഴിഞ്ഞിട്ട് ഐ കുഡന്റ് സിറ്റ് ഇൻ എ ക്ലോസ്ഡ് സ്പേസ് ഫോർ എ വൈൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ റെക്ലെസ്നെസ് ഉണ്ടല്ലോ, അതാണ് എൻ്റെ സെക്കൻഡ് സിനിമയായിരുന്നു. സോ ആ സമയത്ത് ഞാൻ എന്നെ തന്നെ ഒരുപാട് മെൻ്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ട് അനാവശ്യമായിട്ട്. ടു ഗോ ഇൻ ടു ദ സ്പേസ് ആൻഡ് ഇമോഷൻസ് എടുക്കാനും. ഇറ്റ് ഡിഡ് വർക്ക് വെൽ ഫോർ ദ ഫിലിം. പക്ഷെ എനിക്കത് ഭയങ്കര ടാക്സിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ളൊരു റിക്കവറി വാസ് എ ലിറ്റിൽ ഹാർഡ് ഫോർ മീ. കാരണം ഫിസിക്കലിയും ഒരുപാട് എക്സോഷൻ ഉള്ളതാണ്, മെൻ്റലി അതിലും സ്ട്രെയിൻ. ഒരു മോർണിംഗ് ടു ഈവനിങ് ഷൂട്ടിൽ ഫുൾ കരഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അത് ബാക്ക് ടു ബാക്ക് ഫോർ 15-20 days when you're crying every day, it definitely will have an impact on you. And like I said, എനിക്ക് കരയുന്ന സ്പേസും ഐ ഹാഡ് ടു പ്രിപ്പയർ. ലൈക്ക് കുറച്ച് നേരം ഒന്ന് മെഡിറ്റേറ്റീവായിട്ട് ഇരുന്ന് ആ സ്പേസിലേക്ക് വന്നിട്ട് കരയുന്ന ആ ഒരു പൊസിഷനാണ്. സോ ഇറ്റ്സ് വെരി ഇൻറ്റേർണൽ. അതും ഗ്ലിസറിൻ വെച്ച് കരയുന്നതിൻ്റെ ആ ഒരു അൺകംഫർട്ട് സ്പേസ് ഉണ്ട്, അതെനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. സോ ദെൻ ഐ ഹാഡ് ടു ആക്ച്വലി ക്രൈ. സോ എല്ലാ ദിവസവും രാവിലെ പോയിട്ട് അയ്യോ ഇന്നിരുന്ന് കരയണമല്ലോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്രയും എക്സോഷൻ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇറ്റ് റിയലി ഡിഡ് എഫക്ട് മീ ആഫ്റ്റർവേർഡ്സ്. ദെൻ സിനിമ കഴിഞ്ഞ് ആൻഡ് ഐ വാസ് ഓൾസോ ഭയങ്കര നെഗറ്റീവ് സ്പേസിലായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഐ തിങ്ക് അബൌട്ട് ഇറ്റ് മെൻ്റലി. ആ ഒരു പോർഷൻ കഴിഞ്ഞപ്പോൾ I had a panic attack in the middle of the shoot once because I had to do a trust fall and I couldn't do it. പക്ഷേ the team was incredible. അവരെ സെക്കൻഡ് പടം ആയതുകൊണ്ടും എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് വന്ന ആളുകൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആ ക്രൂവിൽ, പരിചയമുള്ള ഒരുപാട് ഫേസസ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേയൊക്കെ ഐ കുഡ് ലെറ്റ് ഗോ ആൻഡ് ബി വൾണറബിൾ ബിക്കോസ് ഐ ന്യൂ ഓക്കെ വെൻ ഐ ടേൺ ബാക്ക് ദിസ് പേഴ്സൺ ഇസ് ദെയർ ഓർ ദാറ്റ് പേഴ്സൺ ഇസ് ദെയർ, കുഴപ്പമുണ്ടാവില്ല. അങ്ങനൊരു ട്രസ്റ്റ് നമുക്ക് വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഡാമേജ് ഇല്ലാണ്ട് ഞാൻ അതിൽ പോകുന്നു. പക്ഷേ ഇഫ് യു ആസ്ക് മീ അഗൈൻ ഇഫ് ഐ വുഡ് ഡു സംതിങ് ലൈക്ക് ദാറ്റ്, ഐ മൈറ്റ് നോട്ട്. ഐ മൈറ്റ് ടേക്ക് എൻ എൻറ്റയർ ഡിഫറെൻറ്റ് അപ്രോച്ച് ടു ദാറ്റ്. I've come to realize you can protect yourself and do the same thing. So I think that's the biggest learning. Even Lalangar also എനിക്ക് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഓൺ ഓഫ് സ്വിച്ച് ഓഫ് ആകാനും സ്വിച്ച് ഓൺ ആകാനും പഠിക്കേണ്ടത് അത് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് എൻ ആക്ടർ. ആൻഡ് ഹി ആൻഡ് ഓൾ ഡസ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി. ലാലങ്കളുടെ ഒരു ജസ്റ്റ് ഹെലൻ അന്വേഷിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്, ഇറ്റ്സ് ലൈക്ക് എ ട്രാക്ക് പോലത്തെ. അതിങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ലാലങ്കൾ ഇസ് ക്രൈ ആൻഡ് ഹീസ് ആക്ച്വലി ക്രൈ. പക്ഷേ പെട്ടെന്ന് he brushes off and walks off. So I think that's a skill that you learn over experience, I think. So yeah, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ ചെയ്ത് പരീക്ഷിച്ച് അതിൽ നിന്നുള്ള മിസ്റ്റേക്സ് മനസ്സിലാക്കിയിട്ട് then you fix it in the next one. കിട്ടിയായിരുന്നു. മേക്കപ്പിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ ട്രയൽ നമ്മൾ ചെയ്തായിരുന്നു ബിക്കോസ് ഇറ്റ് ഇസ് നെവർ ഡൺ. നമ്മളുടെ ഇവിടെ അങ്ങനെ ഒരു ഫ്രോസ്റ്റിൻ്റെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. സോ പ്രോസ്തെറ്റിക്സ് ആണെങ്കിൽ പോലും ആ ഫ്രോസ്റ്റ് പരിപാടി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. സോ ഇറ്റ് ടുക്ക് സം ടൈം ഫോർ അസ് ടു ഫിഗർ ഇറ്റ് ഔട്ട്. പക്ഷെ ഇതേ അവരെന്തൊക്കെയോ യൂസ് ചെയ്തിട്ടൊക്കെ, അതും എൻ്റെ സ്കിന്നും ഭയങ്കര സെൻസിറ്റീവാണ്, എനിക്ക് പെട്ടെന്ന് അലർജിയൊക്കെ വരും. അപ്പോൾ അവർ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് CGI ഓൾസോ ഇറ്റ് ഹെൽപ്ഡ് ടു ഡു ഇറ്റ്. പക്ഷെ മാധുചേട്ടന് മറ്റേ ഫ്രീസറിൻ്റെ ആ ഒരു എഫക്റ്റ് ആ വായെന്നുള്ളത് ചുണ്ടും മറ്റേ പുക വരുന്നു അതൊക്കെ കറക്റ്റായിട്ട് വേണം, CG ചെയ്ത വൃത്തി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശരിക്കും ഫ്രീസറിൻ്റെ അകത്താണ് ഷൂട്ട് ചെയ്തത്. സോ ഒരു 20 days നമ്മൾ ഒരു ഫ്രീസർ വെച്ചിട്ടാണ് ഷൂട്ട് ആയത്. ഇറ്റ് വാസ് ലൈക്ക് അറൗണ്ട് -10 degrees ആൻഡ്
എക്സ്ക്രൂഷിയേറ്റിംഗ്. 10-15 ദിവസം അതിൻ്റെ അകത്ത് വാസ് വെരി ബാഡ്. സോ കുറേ ചാലഞ്ചസ് ഉണ്ട്. അതും ഈ ക്രൂ എല്ലാവരും അതിൻ്റെ അകത്തുണ്ട്. എല്ലാവരും മറ്റേ 4-5 ലെയറൊക്കെ ഇട്ട് മഫ്ലറൊക്കെ വെച്ച്. എൻ്റെ കാര്യം അതിലും കഷ്ടമായി. എനിക്കാകെ ആ യൂണിഫോം അതിൻ്റെ ഉള്ളിലൊരു തേർമലേ ഉള്ളൂ. അപ്പം മാതിച്ചേട്ടനായിട്ട് ഞാൻ ഒട്ടുമിക്ക ദിവസം വി വർ ലൈക്ക് ബ്രദർ ആൻഡ് സിസ്റ്റർ പോലെയായിരുന്നു. ഹി വാസ് സോ നൈസ് ടു മീ and he was very patient. I was very immature at that age. I used to be like, എനിക്ക് ഇത്ര നേരം നിൽക്കാൻ പറ്റില്ല അതൊക്കെ പറയുമ്പോൾ പ്ലീസ് ഒന്ന് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നു. And then we used to fight so much because he used to come and just pull my leg. ഇങ്ങനെ അടുത്ത് വന്ന് 4 ലെയറൊക്കെ ഇട്ടിട്ട് എനിക്ക് തണുത്തിട്ട് വയ്യാന്ന് തന്നെ എന്നെ നോക്കി പറയുമ്പോൾ ഞാൻ പറയും മാത്തച്ചേട്ടാ. അപ്പൊ അങ്ങനത്തെ കുറെ ആ ഗാങ് മൊത്തം എനിക്ക് അങ്ങനെയായിരുന്നു. They were all great friends. അപ്പം നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്താണെങ്കിലും അവരൊന്നില്ലെങ്കിൽ കളയൊക്കെ, പക്ഷെ ദ നെക്സ്റ്റ് മൊമെന്റ് ദേ വിൽ ടേക്ക് കെയർ ഓഫ് യു. സോ ഇറ്റ് വാസ് എ വെരി പ്ലസന്റ് എൻവയൺമെന്റ് ഫോർ മീ അപ്പാർട്ട് ഫ്രം ദ സ്പേസ് മെന്റലി. പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ വാസ് ഇൻക്രെഡിബിൾ. അതിൽ പ്രൊഡക്ഷൻ ചേട്ടന്മാർ ദേ വെർ ടേക്കിംഗ് കെയർ ഓഫ് മീ ലൈക്ക് എ ചൈൽഡ്. എനിക്ക് ചൂടുള്ള ഭക്ഷണം കൊണ്ടുവന്ന് തരിക, അല്ലെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് ഐ ഈറ്റ് 3 times അവിടെ സെറ്റ് നിൽക്കുമ്പോൾ. നമ്മൾ നൈറ്റൊക്കെ വർക്ക് ചെയ്യുമ്പം they make sure that I am okay because they know that എനിക്ക് കുറച്ചും കൂടി കൂടുതൽ എക്സോഷൻ ഉണ്ട് വിത്ത് മൈ ഔട്ട്ഫിറ്റ്. സോ ഞാൻ വയ്യാണ്ടായി കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് പോകുന്നതുകൊണ്ട് പ്രൊഡക്ഷൻ വാസ് എക്സ്ട്രാ കെയർഫുൾ. പക്ഷെ they were very very genuinely nice people. സോ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് പുൾ ഓഫ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു അവരില്ലാണ്ട് എനിക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സോ വീട്ടിൽ എങ്ങനെയാണ് റിബല്യസ് ആണോ? ഞാനോ? അയ്യോ, ഞാൻ ഫുള്ള് അൺനെസസറിലി വീട്ടില് കുറച്ച് കൂടുതലുള്ളു. ഇപ്പോഴും എനിക്ക് കുറച്ചും കൂടി ഇത്തവന്ന് ഇപ്പോഴാണ്. പണ്ട് എല്ലാത്തിനും വീട്ടിൽ അമ്മയായിട്ടല്ല അപ്പയായിട്ടായിരിക്കും ഇടി ഉണ്ടാവുക. അത് ചുമ്മാ വെറുതെ അപ്പേനെ ഇറിറ്റേഷൻ ആകാൻ വേണ്ടിയൊക്കെ ചിലപ്പോൾ വെറുതെ റിബലാവും. ഒരു കാര്യമില്ലാണ്. ചിലപ്പോൾ എനിക്ക് ആഗ്രഹമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ പോയി മുടി ഇങ്ങനെ വെട്ടിയാലോ. അപ്പൊ എന്തിനാ അതൊക്കെ ചെയ്യണത്? വെറുതെ ഒരു രസം തരാം. അപ്പൊ അത് ആവശ്യമില്ല. അതില്ലാന്ന് പറയുമ്പോ അതെന്താ എനിക്ക് ചെയ്യാൻ പറ്റില്ല. വെറുതെ ഒരു അനാവശ്യ റിബല്യസ് ആയിരുന്നു. പക്ഷെ like I said, it's because that environment was as such. അപ്പ എപ്പോഴും പറയും അപ്പയുടെ പിള്ളേരെ അപ്പയായിട്ട് കംഫർട്ടബിൾ ആവണം. ഒരിക്കലും ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരു ഫിഗറായിട്ട് നിൽക്കാൻ അപ്പയ്ക്ക് ഒട്ടും താല്പര്യമില്ല. ആൻഡ് ഹീസ് ഓൾവേസ് ബീൻ ദാറ്റ്. അപ്പയ്ക്ക് നല്ല ദേഷ്യമൊക്കെ വരും, കുറെ ചീത്തയൊക്കെ വിളിക്കുന്ന ഒരു ഇതുണ്ടെങ്കിലും ഐ ഹവ് നെവർ ഗോട്ട് റിയലി ഇൻറ്റിമിഡേറ്റഡ് ബൈ ഇറ്റ്. അപ്പയുടെ കുറേ ട്രേറ്റ്സ് എനിക്കും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ അപ്പ സംടൈംസ് ടെൽസ് ഈ പിള്ളേരുണ്ടായി കഴിയുമ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ ആളെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇറ്റ്സ് ദ സെയിം തിങ്. നോ ഐ ആം ഹിസ് റിഫ്ലെക്ഷൻ. സോ ഹി ഫൈൻഡ്സ് ഇറ്റ് സോ ഹാർഡ്. ഇറ്റ്സ് ലൈക്ക് ഇത് ഞാൻ തന്നെ എൻ്റെ തലയിൽ വന്നതാണല്ലോ എന്ന്. ബട്ട് ഇറ്റ്സ് സച്ച് എ നൈസ് സ്പേസ്. നമ്മളുടെ അപ്പയായിട്ടുള്ള എൻ്റെ ഇക്വേഷൻ, അമ്മയായിട്ടുള്ള എൻ്റെ ഇക്വേഷൻ, ഐ എം റിയലി ഹാപ്പി വിത്ത് ഇറ്റ്. ലൈക്ക് ആൻഡ് it was a process. ലൈക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ബാക്ക് ആൻഡ് ഫോർത്തും കുറേ ഡിസഗ്രീമെൻസും വഴക്കുകളും ലൈക്ക് എവറി അതർ ഫാമിലി ഉണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ ഡേ സ്നേഹം എന്നുള്ള ഒരു സാധനം നമ്മൾ അണ്ടർലൈൻഡ് എപ്പോഴും ഉണ്ട്. സോ അതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ റിബല്യസ് യെസ്, അത് ഇപ്പൊ കുറേയൊക്കെ അപ്പൊ എന്താന്ന് വെച്ചാൽ ചെയ്തോ, നീ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ, വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ മതി, അങ്ങനത്തെ ഒരു പോയിന്റായി. പിന്നെ അപ്പയും അമ്മയും ഇപ്പം സോ ഫണി ലൈക്ക് പഠിച്ചിരിക്കുന്ന ഒരു കാര്യം എന്നെ പറ്റിയിട്ട് ഞാൻ എന്തോ കഴിഞ്ഞ 2-3 വട്ടം ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഞാൻ 2-3 കാര്യങ്ങൾ ഇങ്ങനെ എവിടെ പോകണം എന്നോ ഞാൻ തന്നെ അങ്ങ് ട്രാവൽ ചെയ്യാൻ പോവാം അങ്ങനെ എന്തൊക്കെ പറഞ്ഞപ്പോൾ അവർ പൊയ്ക്കോളൂ, എവിടെയാ പോകണം, പൊക്കോ അതാണ്. അപ്പൊ ഞാൻ പെട്ടെന്നൊക്കെ സമ്മതിച്ചെന്നല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കി, നിന്റെ അടുത്ത് നോ എന്ന് പറഞ്ഞാൽ നിനക്ക് ചെയ്യണം, യെസ് എന്ന് പറഞ്ഞ പിന്നെ നീ അത് മൈൻഡേ ചെയ്യില്ല. ഓ മൈ ഗോഡ്. സോ ദേ figured a lot of that out. പക്ഷെ it's nice. Through your parents' eyes and through your sister's eyes, like how do they rate yourself as an actor? As an actor, oh, my sister is so critical. അവള് ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് എൻ്റെ മുഖത്തോക്കി പറയും ചിലതൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു അവളോട് തന്നെ ചോദിക്കേണ്ടി വരും. ബട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ അത് ചോദിക്കാനുള്ളൊരു ധൈര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ അപ്പയും അമ്മയും ദേ ആർ ഓൾവേസ് ബയസ്ഡ്. അപ്പം എസ്പെഷ്യലി അമ്മ ഭയങ്കര ബയസ്ഡ് ആവും ചില സമയത്ത്. കാരണം ഞാൻ വിഷമിച്ചൊക്കെ ഇരിക്കുന്നതാണ് അമ്മ അടിപൊളിയാ, നിന്റെ പരിപാടിയൊക്കെ അടിപൊളിയാ, എല്ലാ നല്ല സാധനങ്ങൾ വരും എന്നൊക്കെ പറയും. സോ പക്ഷെ മൈ സിസ്റ്റർ ഇസ് വെരി ക്രിട്ടിക്കൽ. സോ ഒരു അൺബൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഞാൻ അവളുടെ അടുത്താണ് ചോദിക്കാറുള്ളത്. ഷീ ചില പ്രോജക്ട്സ് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും.
പിന്നെ ചിലത് അവള് പറയും വേണ്ടായിരുന്നു, ഇപ്പൊ ചെയ്യണ്ടായിരുന്നു, പോരാ, തന്നെക്കാളും ബെറ്റർ വേറെ ആരെങ്കിലും ചെയ്തായിരുന്നു എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ പറയും. സോ യാ, ഐ തിങ്ക് ഡാഡ് ഓൾസോ അപ്പയുടെ വിഷയം, he restrains from a lot of feedback because he feels like നമ്മൾ രണ്ടുപേരും ഒരേ പ്രൊഫഷനിൽ നിൽക്കുന്ന ആളാകുമ്പം അതിലെന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരുമോ, അപ്പോൾ അപ്പ എപ്പോഴും കുഴപ്പമില്ല എന്നല്ല, അപ്പയ്ക്ക് ഞാൻ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് അപ്പയുടെ മുന്നേ പോയാലേ അപ്പം അത് ഇൻവോൾവ് ആവുള്ളൂ. അല്ലെങ്കിൽ പപ്പ ഹി ടേക്സ് എ ബാക്ക് സീറ്റ്, ഇസ് ലൈക്ക് ഇറ്റ്സ് ഓക്കെ, യു ഫിഗർ ഇറ്റ് ഔട്ട്, കുഴപ്പമില്ല, അതാണ്, ചെയ്തോളൂ, ആൾക്കത് ഇഷ്ടപ്പെട്ടു, ഓക്കെ ഇത്രയും പറയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അപ്പം പറയില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ അഡ്വൈസ് ഒക്കെ തരും, വിത്ത് എക്സ്പീരിയൻസ് ഹി നോസ് സോ മച്ച്. സോ ചില കാര്യങ്ങളൊക്കെ ആദ്യം എന്നോട് പറഞ്ഞു, നീ കേൾക്കുമോ ഞാൻ പറഞ്ഞാൽ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അത് നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് കൊള്ളാം, അങ്ങനെ പറയും. ബട്ട് യാ